രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു മതവിഭാഗമാണ് കാത്തലിക്സ്. അവരുടെ ക്രിസ്മസ് ആഘോഷവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കത്തോലിക്കരുടെ ഒരു പരിപാടിയിൽ, കത്തോലിക്ക ബിഷപ്പുമാരുടെ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട് എത്തിയത് ഇവിടെ ഒരുപാട് പേർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്. മാധ്യമങ്ങൾ, ചില ചാനലുകൾ, രാഷ്ട്രീയക്കാർ. അതുകൂടാതെ ഇപ്പോൾ ലോഹയിട്ട ചില അന്തിക്രിസ്തുവിനെ പോലെ നടക്കുന്ന ചില ആളുകളുണ്ട്. അതിലൊരാളുടെ പേര് യുഹാനോൻ മാർ മിത്തിലിയോസ്. മിലിത്തിയാലും എനിക്ക് ഈ പേരൊന്നും അറിയത്തില്ല. എൻ്റെ എനിക്ക് ഈ പേരൊന്നും അറിയത്തില്ല. പാമ്പ്ലാനി പിതാവ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇതൊരുമാതിരി യുഹാനോൻ മാർ മിലിത്തിയോസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് അത്ര ഈസി ആയിട്ട് നമ്മളൊന്നും നിത്യേന ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ തൃശ്ശൂർ ഭദ്രാസനാധിപൻ എന്ന് പറഞ്ഞാൽ അവരെ ആദരിക്കുന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വീണ ജോർജിൻ്റെ സഭയാണ് ഈ ഓർത്തഡോക്സ് സഭ. ഏതെങ്കിലും ആവട്ടെ സാർ, പക്ഷെ അവരാദരിക്കുന്നു. ഞാൻ പറഞ്ഞ അവർ ആദരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഞാൻ ആദരിക്കുന്നു എന്ന അർത്ഥമില്ല. കാരണം നമ്മൾ ഒരാളുടെ ആദരവ് പിടിച്ചു പറ്റുന്നത് അയാളുടെ വാക്ക്, അയാളുടെ പ്രവൃത്തി, അയാളുടെ ഇടപെടൽ, അയാളുടെ ചിന്തകളൊക്കെ നോക്കിയിട്ടാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇദ്ദേഹത്തിൻ്റെ സഭ പോലുമല്ല, കത്തോലിക്ക പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ കത്തോലിക്ക ബിഷപ്പുമാരുടെ കൗൺസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതിനെ ആക്ഷേപിക്കുന്ന ഒരാൾ ഒരു ബഹുമാനവും അർഹിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഈ ഓർത്തഡോക്സ് സഭയുടെ അഭിപ്രായമാണോ ഇദ്ദേഹം പറയുന്നത്? അത് ഓർത്തഡോക്സ് സഭയുടെ അഭിപ്രായമല്ല. ഇങ്ങേരുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആദരിക്കുന്നു, ഇവിടെ പുൽക്കൂട് തകർക്കുന്നു. അവിടെ ആദരവ് മേടിച്ച് കേക്ക് മുറിച്ചിട്ട് മോഡി അടുത്ത ഫ്ലൈറ്റിന് കയറി വടിയായിട്ട് വന്ന് ഇവിടെ പുൽക്കൂട് പൊളിച്ചു. അവിടെ ആദരിക്കുന്നു, ഇവിടെ പുൽക്കൂട് തകർക്കുന്നു. ഇതിന് മലയാളത്തിൽ ഒരു ശൈലി ഉണ്ടല്ലോ. അത് പച്ചത്തെറിയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അത് പച്ചത്തെറിയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതാണ്. അവിടെ അത് ചെയ്യുന്നു, ഇവിടെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ച ആളുകൾക്ക് മനസ്സിലാവും. എനിക്കത് പറയാം, അത് എന്താ മറച്ചു വെച്ച് പോലും പറയാൻ എനിക്ക്. അപ്പൊ ഈ ഭദ്രാസനാധിപന്റെ മനസ്സാണല്ലേ? അതെ അതെ, എനിക്കത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മീറ്റിംഗ് കഴിയുമ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത് ഇതാണ് ഇങ്ങയുടെ പോസ്റ്റ്. അപ്പോ മറ്റേ കോട്ടയം ഭദ്രാസന ഞാൻ പറഞ്ഞുതരാം ലളിതമായിട്ട്. അതേ ഉദ്ദേശിച്ചത്, രണ്ടും കൂടെ വേണ്ട എന്ന് പറയുന്നതാണ്. കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ ദിയോസ്കോറോസ് അദ്ദേഹത്തിനെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചു ഇന്ന്, മറ്റേ റിപ്പോർട്ടർ ചാനലിൽ നിന്ന്. ഇത് അനുകൂലിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് അവർ വിളിച്ചതെന്ന് തോന്നുന്നു. വിളിച്ചു പെട്ടുപോയി അല്ലേ? പെട്ടുപോയി. അദ്ദേഹം പറഞ്ഞു, മോദി അവിടെ ഇരിക്കുന്നു, ഞങ്ങളുടെ ഒരു മെത്രാനും ആ ചടങ്ങിൽ പോയിട്ടുണ്ട്. കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസിന്റെ ആണെങ്കിലും നമ്മുടെ ഒരാളും പോയിട്ടുണ്ട്. അവിടെ മറ്റാളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളും മോദിയുമായിട്ട് ബന്ധമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ കോട്ടയം ഭദ്രാസനാധിപൻ പറഞ്ഞു. ഇവിടെ എന്ത് നടന്നതാണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ആ മിലിത്തിയോസ് പറഞ്ഞത്, ആ തിരുമേനി പറഞ്ഞത് സഭയുടെ അഭിപ്രായമായിട്ടും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഈ മിലിത്തിയോസ്, യുഹാനോൻ മിലിത്തിയോസ് സഖാവല്ലേ? സഖാവ. പലപ്പോഴും ഈ CPM വേണ്ടിയും ഒക്കെ ഓരിയിടാറുള്ള ആളാണ്. നീ വീണ ജോർജ് വിളിച്ചിട്ടോ മറ്റോ ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഈ പാർട്ടിക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരിയിടുന്നൊരു അല്ല. ഞാൻ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു സംശയം, ഈ തൃശ്ശൂർ ഭദ്രാസനാധിപൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ മാറ്റി നിർത്തണം, ചുണ്ണാമ്പ് തെച്ച് മാറ്റി നിർത്തണം. അദ്ദേഹമായിട്ട് ഒരിടപെടലും പാടില്ല. ഇന്ത്യൻ സർക്കാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാർ ആയതുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനോട് നമ്മൾ ഒരു തരത്തിലും സഹകരിക്കരുത്. എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആയിരിക്കാം. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പ്രധാനമന്ത്രി, ഇയാളുടെ ഇദ്ദേഹത്തിന്റെ കക്ഷിയുടെ മാത്രം ആളല്ല, ഇദ്ദേഹത്തിന്റെ മാത്രം ആളല്ല പ്രധാനമന്ത്രി. ഭദ്രാസനാധിപന്റെയും കൂടി പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഈ ഭദ്രാസനാധിപൻ മിലിത്തിയോസ് ഉദ്ദേശിച്ചത് എന്താണ്? മോദി പറഞ്ഞിട്ടാണ് ഇവിടെ പല ആളുകളും പുൽക്കൂട് തകർക്കുന്നത്. പാലക്കാട്ട് തന്നെ 2 സംഭവം. അതാണ് ഇതെങ്ങനെയാണ് ഇവിടെ പുൽക്കൂട് തകർത്തു എന്ന് പറയുമ്പോൾ ഈ മിലിത്തിയോസ് പറയണം, എവിടെ ആര് പുൽക്കൂട് തകർത്തു, ആര് തകർത്തു, അത് പറയണം. കാസർഗോഡ് ഒരു 2 വർഷം മുമ്പ് ഒരു ആശുപത്രിയിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയായിരുന്നു. അത് ഒരുത്തൻ വന്ന് അടിച്ച് പൊളിച്ചെടുത്ത് പോയി. അന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. അന്ന് ഈ മിലിത്തിയോസ് എവിടെ പോയിരിക്കുകയായിരുന്നു?
അല്ല, നമ്മുടെ ഈരാറ്റുപേട്ടയിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പള്ളിയിലെ നെഞ്ചത്തോട്ട് മോട്ടോർ സൈക്കിൾ ഓടിച്ചു പരാതി ഉണ്ടായി, അതെ, കേസുണ്ടായി. അതെ, അന്ന് മിലിത്യോസ് എന്ത് പറഞ്ഞു? എന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. ഇത് അപ്പോ അല്ല, മുനമ്പത്തെ കാര്യത്തെ ഈ മിലിത്യോസ് വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി അറിയില്ല. അത് മറ്റേ ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചിട്ട് വേണം പറയാൻ. അപ്പൊ ഇത് ഈ മൊത്തം സംഭവം എങ്ങനെയാ വന്നത്? സന്ദീപ് വാര്യരുടെ ഒരു പോസ്റ്റ് ആദ്യം വന്നു, ഈ പാലക്കാട് പ്രശ്നം. അതിൻ്റെ ഒരു ക്രോണോളജി പറയാം ഞാൻ. 10 മിനിറ്റ് തികയുന്നതിന് മുമ്പേ മീഡിയ വണ്ണില് വാർത്ത വന്നു, പിന്നെ മനോരമ ന്യൂസിൽ വാർത്ത വന്നു. ഇങ്ങനെയാണല്ലോ ഈ ശ്രേണി മറ്റേ നല്ലേപ്പുള്ളി സംഭവം വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സന്തോഷം വന്നു. അതെങ്ങനെയാണ് ഒരു പുൽക്കൂട് തകർക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ചെയ്യുമ്പോൾ? ഇത് പുൽക്കൂട് തകർത്തിട്ടില്ല, ഇല്ല, അത് വേറെ എവിടെ ഒരു സംഭവം എന്നാ പറയുന്നത്. പുൽക്കോട് തത്തമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇങ്ങനെ ആരാണ്ടോ തകർത്തു. ഇത് ആരും പിടിച്ചിട്ടില്ല. BJP-ക്കാരുടെ പേരിലോ VHPയുടെ പേരിലോ RSSന്റെ പേരിലോ കേസും ഇല്ല, പ്രതികളെ കണ്ടിട്ടില്ല. സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു, ആരായാലും അയാൾക്കെതിരെ നടപടി എടുക്കും, ഞങ്ങൾ പുറത്താക്കും. ഏതോ വൈദികരെ ചീത്ത പറഞ്ഞ ഒരാളെ അപ്പം തന്നെ ഞാൻ പുറത്താക്കിയതാണെന്നൊക്കെ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഈ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് വന്നതിന്റെ പിന്നാലെയാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ നമ്മുടെ പാലക്കാട് NDA BJP സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. എന്താ ശരിക്കും അവിടെ നടന്നത്? നമ്മൾ എല്ലാ തരത്തിലും വിവരങ്ങൾ എടുത്തിട്ട് വേണമല്ലോ സംസാരിക്കാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വർഷം എനിക്ക് മനസ്സിലായി. മാത്രമല്ല, അവിടെ BJP ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ട് അവിടെ വലിയ തോതിൽ കരോൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തായാലും കേക്കൊക്കെ കൊടുക്കുന്നില്ലേ, അതും ചെയ്യാം. അപ്പോൾ ഈ മിലിത്യോസ് പറഞ്ഞ വാചകം ഉണ്ടല്ലോ പോസ്റ്റില്, അത് ശരിക്കും മീഡിയ വണ്ണിന്റെ സ്ക്രോൾ ചെയ്ത വാചകമില്ലേ? മോദി അവിടെ ആദരിക്കുന്നു, അണികൾ ഇവിടെ പുൽക്കൂട് തകർക്കുന്നു. ഇതായിരുന്നു മീഡിയ വണ്ണിന്റെ സ്ക്രോൾ. ശരിക്കും ഇത് തന്നെയാണ് മിലിത്യോസും. ഇത് യുഹാനൻ മാർ മിലിത്യോസിനെതിരെ ആരെങ്കിലും കേസ് കൊടുക്കേണ്ടതാണ്. കാരണം ആരാണ് ഇവിടെ മോദിയുടെ അണികൾ എന്ന് പറഞ്ഞാൽ BJP-ക്കാരാണ്. BJP-ക്കാർ എവിടെ പുൽക്കൂട് തകർത്തു? അദ്ദേഹം വിശദീകരിക്കണം. ഈ കേസിൽ ഇദ്ദേഹത്തിന് അറിയാമോ പുൽക്കൂട് തകർത്തത് BJP-ക്കാരാണെന്നുള്ളത്? ഉണ്ടെങ്കിൽ അദ്ദേഹം പേരുൾപ്പെടെ ഇന്ന സംഘടനയാണെന്ന് പറയണം. ഇതിപ്പം പറഞ്ഞിരിക്കുക മോദിയുടെ അണികൾ എന്ന് പറഞ്ഞാൽ BJP-ക്കാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നിർലജ്ജം, നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കള്ളമാണ് ഒരു ഭദ്രാസനാധിപൻ എന്ന് പറഞ്ഞ ബിഷപ്പല്ലേ? മെത്രാനാണ്. പച്ചക്കള്ളം പറയാൻ ഒരു ഉളുപ്പും ഇല്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ ബിഷപ്പ് എന്ന് വിളിക്കുക? അതെ. എന്നിട്ട് ഈ ജർമ്മനിയിൽ നടന്ന സംഭവത്തിനെ പറ്റി പ്രതികരിച്ചോ? ഇല്ല. അപ്പൊ ജിഹാദി ആക്രമണങ്ങൾ വരുമ്പോൾ ഒരക്ഷരം പറയില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇത് ആരാ ചെയ്തതെന്ന് തന്നെ അറിയില്ല. ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് പാലക്കാട് അത് വീണ്ടും കത്തിക്കാൻ വേണ്ടി സഖാക്കൾ ചെയ്ത പരിപാടിയായിരിക്കും. ഞാൻ അത് പോലെ ഒരു സംഭവം പറയാനാണ് ഉദ്ദേശിച്ചത്. എന്നോട് MM ലോറൻസ് പല കാര്യങ്ങളും എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു, പാർട്ടി രഹസ്യങ്ങളൊക്കെ. എന്നോട് ഒരിക്കൽ പറഞ്ഞു, ആറന്മുളയിൽ MP രാഘവൻ മത്സരിച്ചല്ലോ, MP രാഘവനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം പാർട്ടിക്ക്. അങ്ങനെയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ പാർട്ടിക്ക് കിട്ടണം. ഇതിനെന്താ വഴിയെന്ന് ആലോചിച്ചു. അന്ന് CAT വലിയ ശക്തമായ സംഘടനയാണല്ലോ, അതിന്റെ വരി ഉടച്ചിട്ടില്ലല്ലോ. ലോറൻസ്, രവീന്ദ്രനാഥ്, ഇങ്ങനെ വലിയ ആളുകളൊക്കെ ഉള്ള സമയമാണ്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവിടെ പെന്തക്കോസ്ത് കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആറന്മുള ഭാഗത്തൊക്കെ ധാരാളം പെന്തക്കോസ്ത് സഭകളുണ്ടല്ലോ. ഒരു പെന്തക്കോസ്ത് സഭ കൺവെൻഷൻ നമുക്ക് ആക്രമിക്കാമെന്ന് പാർട്ടി തീരുമാനിച്ചു. എന്നിട്ട് ഈ കാവ്യവേഷധാരികളൊക്കെ ആയിട്ട് CAT-കാരെ ഇറക്കി. എന്നിട്ട് ഈ കൺവെൻഷൻ ആക്രമിച്ചിട്ട് മടങ്ങുമ്പോൾ ഇവർ ജയ് ശ്രീറാം എന്ന് വിളിച്ചിട്ടാണ് മടങ്ങിയത്. ദേശാഭിമാനിയിൽ വാർത്ത വന്നു, മറ്റേ സംഘികള് കൺവെൻഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ BJP-ക്ക് കുറച്ച് വോട്ടൊക്കെ കിട്ടുന്ന സ്ഥലമാണല്ലോ ആറന്മുള. ഇത് നശിപ്പിക്കാൻ വേണ്ടി പാർട്ടിയുടെ ഇതിന് വേണ്ടി ചെയ്തതാണ്. അന്ന് ആരും RSS ഒന്നും ഡിഫെൻഡ് ചെയ്തിട്ടില്ല. കാരണം ആക്രമിച്ചത് അവരാണെന്ന്. ഇന്നത്തെ പോലെ ശക്തമല്ലല്ലോ. ആക്രമിച്ചത് സ്ഥാപിക്കപ്പെട്ടു. അന്ന് ആരും ഇത് ചാനലുകളൊന്നും ഇല്ലല്ലോ, അനുകൂല ചാനലുകളും ഇല്ലല്ലോ.
എല്ലാവരും കൂടി മീഡിയം എല്ലാം കൂടി ഇത് RSSകാരെ ആക്രമിച്ചതാണ് എന്ന് അങ്ങ് സ്ഥാപിച്ചു. ഇങ്ങനെ പാർട്ടി ചെയ്യാറുണ്ട്. അല്ല, പാർട്ടി TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് എന്താ ഇത് മാഷാ അള്ളാന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു. അത് ചെയ്തു. എന്നിട്ട് അത് പിടിക്കുവാണെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കാം, സഖാക്കളെ കൊടി സുനിയും പാർട്ടിയും രക്ഷിക്കാം. അതെ, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അതെ. ഈ അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആക്രമിച്ച് ബൈബിള് കത്തിച്ചതാരാ? CPM. കുറെ വർഷങ്ങൾക്ക് ഓർക്കുന്നില്ലേ സാർ? ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റേ ടോണി ഫെർണാണ്ടസിന്റെ. അതെ, ടോണി ഫെർണാണ്ടസിന്റെ ആശുപത്രിയാണോ? അല്ല, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. ലിറ്റിൽ ഫ്ലവർ. മറ്റേത് കണ്ണാശുപത്രിയാണ്. അദ്ദേഹത്തിന് പത്മശ്രീ ഒക്കെ കിട്ടിയാണല്ലോ. അങ്ങനെ CPM കാലാകാലങ്ങളിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CPMന്റെ കൊട്ടേഷൻ മണി ഒരു ഭദ്രാസന അധിപൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാവാത്ത, അദ്ദേഹം ചില ആളുകളൊക്കെ പറഞ്ഞു മോദി വീണ്ടും വന്നാൽ ഞാൻ തൂങ്ങിച്ചാകൂ എന്നൊക്കെ പറഞ്ഞു ചില ആളുകളൊക്കെ ഉണ്ട്, ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ മോദി വീണ്ടും വരരുതേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയും അതിന് ഫലമുണ്ടാവാതിരിക്കുകയും കർത്താവ് എണീറ്റ് പോടാ ശബി എന്ന് പറഞ്ഞ് പെടലിക്കടിച്ച് വിടുകയും ചെയ്ത കുറേ ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ബിഷപ്പും ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വേറൊരു മെത്രാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മറ്റേ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നെ സ്ഥാനത്യാഗം ചെയ്തു, മെത്രാൻ അല്ലാതായി. അല്ലാത്ത ജീവിതം ഇപ്പൊ നയിച്ചു. പാർട്ടി മെമ്പർ ആയിരുന്ന ആള് അല്ലേ? അതെ. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് മറ്റേ വെർച്വൽ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ CBIയുടെ പിടിയിലാണെന്നൊക്കെ ഇപ്പൊ പണം പിടിച്ചു വാങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ മെത്രാൻ കുറെ പൈസ ആ തട്ടിപ്പുകാർക്കും കൊടുക്കേണ്ടി വന്നു. അതാണ് മെത്രാനെ പോലെ ബോധമുള്ള ഒരാൾക്ക് ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് CBI ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കാശ് കൊടുക്കണമെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. നമ്മളെ പിടിച്ച് ആരെങ്കിലും CBI അറസ്റ്റ് ചെയ്താൽ പോടാ അവൻ്റെ വീട്ടുകാരെ വരെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോകും. പക്ഷെ ഒരു മെത്രാനെ വിളിച്ചിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പേരിൽ ഒരു ഇടപാടുണ്ട്, ഇത്ര കാശ് തന്നാൽ പരിഹരിക്കാം എന്ന് പറയുമ്പോൾ മെത്രാൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഉണ്ടായിരുന്നു. ഉണ്ട്, പൈസ ഉണ്ടായിരുന്നു. കൊടുത്തില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടാവുന്നു മെത്രാന് തോന്നിയെങ്കിൽ പ്രശ്നമുണ്ട്. അത് പലർക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. അല്ല, ഇന്നാള് ഇവരുടെ കൂട്ടത്തിലുള്ള വേറൊരു മെത്രാനെയല്ലേ ഇന്നാള് പിണറായി വൃത്തികെട്ടാണെന്നോ മറ്റേ വിളിച്ചത്? അതെ അതെ, അതൊരു സഖാവായിരുന്നല്ലോ. അതെ, അതും ആയിരുന്നു. ഈ അവസാനം ആ മറ്റേ സഖാവ് മെത്രാനെ പറ്റി കേട്ടത് ഈ വെർച്വൽ അറസ്റ്റിന്റെ കാര്യമാണ്. പൈസ കൊടുത്തത് രണ്ടും ഒരാളാണല്ലേ? പിന്നെ മിണ്ടിയിട്ടില്ല. ഏതായാലും ക്രിസ്മസ് വരികയാണ്. തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും പ്രത്യാശയുടെ കിരണങ്ങൾ സമ്മാനിക്കുന്ന, ഏറ്റവും ലോകത്തിനു വേണ്ടി ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വയം ക്രൂശിൽ മരണം വരിച്ച മഹാനായ മനുഷ്യപുത്രനാണ് യേശുദേവൻ. യേശുദേവൻ സ്നേഹിക്കാനാണ് പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രൈസ്തവ സഭയുടെ ക്ഷണം സ്വീകരിച്ച അവിടെ എത്തിയത് ഇതിനെ സ്നേഹത്തോടെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഇവരൊന്നും കർത്താവിൻ്റെ ദാസന്മാരാണെന്ന് വിളിക്കപ്പെടാൻ ഒരു അർഹതയുമുള്ളവരല്ല എന്ന് നമുക്ക് പറയാതെ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.